എന്നെ പോലെ നല്ലൊരു അമ്മായിയമ്മ പൂർണിമയ്ക്ക് സുപ്രിയയ്ക്ക് ഒറ്റക്കാലി തപസ് ചെയ്താൽ കിട്ടത്തില്ല. പറയണേ പറയണേ കണ്ടാ പറയണ കേട്ടോ. അങ്ങനെ എന്നെ പറഞ്ഞേക്കാം. തീർച്ചയായിട്ടും പറഞ്ഞേക്കണം. അല്ല അത് ഞാൻ ഒന്നിനില്ല അമ്മായിയമ്മ. ഞാൻ അത് തന്നെയാ പറയാവുന്നേ. അതായത് സാധാരണ ആ ജില്ലയിലേക്കേ ഞാൻ വരുന്നില്ല. നിങ്ങളായി നിങ്ങളുടെ പാടായി നീ പടം ഡയറക്റ്റ് ചെയ്യുകയോ പ്രൊഡ്യൂസ് ചെയ്യുകയോ തലകുത്തി നിൽക്കുകയോ, മറ്റവൻ MGR ആയിട്ട് അഭിനയിക്കുന്നു, വേറെ ഏതാണ്ടൊക്കെ ആയിട്ട് അഭിനയിക്കുന്നു, പൂർണിമ അഭിനയിക്കുന്നു. എൻ്റെ മക്കളെ നന്നായിരിക്കട്ടെ. ഓണത്തിനും പിറന്നാളിനും ഒക്കെ സാരി ഗീരി അതും ഇതും എല്ലാം കൊണ്ടുതരും. സ്വർണ്ണം വരെ വാശിയുള്ള സന്തോഷം. ഇത് മതി. അല്ല അത് ഒരു മനഃപൂർവ്വമായിട്ട് എടുത്ത തീരുമാനമായിരുന്നോ? കുട്ടികൾ അവരുടേതായ അതെ. എന്താ വെച്ചാൽ പണ്ടും സുഗോട്ടൻ എപ്പോഴും അത് എനിക്ക് എൻ്റെ രണ്ട് മക്കൾക്കും അറിയാം. സുഗോട്ടൻ എപ്പോഴും പറയും ആൺപിള്ളേരാണ് അവരുടെ വഴിക്ക് വിട്ടേക്കണം, ചുമ്മാതെ ഈ പറഞ്ഞതിൻ്റെ വിട്ട് എന്തിനാ നിനക്ക് ജീവിക്കാനുള്ളതൊക്കെ ഞാനുണ്ടാക്കും. അത് അത്ര എന്ന് പറയും. പക്ഷേ ഓഫ് കോഴ്സ് എൻ്റെ അച്ഛനും ഇല്ലാതൊന്നും ഞാൻ പറയത്തില്ല. എനിക്ക് എൻ്റെ അച്ഛൻ തരേണ്ടതൊക്കെ തന്നിട്ടുണ്ട്. സുഖമായിട്ടുണ്ടാക്കേണ്ടതൊക്കെ അതിൻ്റെ 3 ഇരട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. കേരളത്തിലെ പല സ്ഥലത്തും കുട്ടിക്കാനം പീരുവേട് ഏരിയ തൊട്ട് കാന്തല്ലൂർ മൂന്നാർ തൊട്ട് മദ്രാസ് തിരുവനന്തപുരം എല്ലായിടത്തും ഭൂമിയും വീടും ഒക്കെ വാങ്ങിച്ച്. അയ്യോ അത് ഞാൻ എപ്പോഴും പറയുന്നതുകൊണ്ട് പല ഇൻ്റർവ്യൂവിലും ഞാൻ പറയാറുണ്ട്. പെട്ടെന്ന് എന്നെ രക്ഷപ്പെടുത്താൻ വന്ന ഒരു അവതാര പുരുഷനായിരുന്നു സുകുമാരൻ എന്ന് പറയുന്ന വ്യക്തി. ഞാൻ പറയാറുണ്ട് പലപ്പോഴും, സത്യം. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു വിഷമമൊന്നും വലിയതൊന്നും വരില്ല. പിന്നെ സ്വാഭാവികമായിട്ട് മക്കളെ പഠിപ്പിക്കുന്ന കാലത്ത് അദ്ദേഹം കൂടെ ഇല്ലാത്തതിൻ്റെ ചില സ്ട്രെയിനൊക്കെ ചിലപ്പോൾ ഫീൽ ചെയ്യും. അതൊക്കെ നമ്മുടെ കുടുംബത്തിനകത്ത് തന്നെ തട്ടിത്തൂത്തൊക്കെ അങ്ങ് പോകും. പിന്നെ ഇപ്പം പഠിപ്പിക്കണമെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ കിട്ടുമായിരുന്നല്ലോ, അതൊക്കെ എടുത്തു, അതൊക്കെ അടച്ചു. എല്ലാം ഇപ്പം നല്ല സ്വസ്ഥ ആണ്. ഇങ്ങനെ അവരിൽ നിന്ന് മാറി നിന്ന് അവരുടെ വളർച്ച കണ്ട് സന്തോഷിച്ചാൽ മതി എന്നൊരു തീരുമാനം എടുത്ത് എപ്പോഴെങ്കിലും അങ്ങനെയല്ല. തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു ആവശ്യമുള്ളപ്പോൾ വിളിക്കുമ്പോൾ രാജു പടം തുടങ്ങുകയാണെങ്കിൽ അച്ചട്ടായിട്ട് അമ്മേ 17-ാം തീയതി തുടങ്ങുന്നത് പാലായില ഈരാറ്റുപേട്ടയ അല്ലെങ്കിൽ ഇവിടെ അമ്മ പറഞ്ഞ രാവിലെ 8:30 പൂജ എന്ന് വരും അമ്മ എന്നൊക്കെ അത് ചോദിക്കും. ഇന്ദ്രനും അതുപോലെ വീട് പണി നടക്കുകയാണ്. അപ്പോൾ ഓരോരോ കാര്യങ്ങൾ വരുമ്പോൾ അമ്മ ഇതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ്. മിക്കവാറും ഡിസംബറിലായിരിക്കും പാല് കാച്ചി കേട്ട അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അന്നന്ന് അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോഴെങ്കിലും വിളിക്കും. പിന്നെ പൂർണ്ണിമയൊക്കെ വാട്സപ്പ് മെസ്സേജ് മിക്കവാറും എല്ലാ കാര്യങ്ങളും അയക്കും. പിള്ളേരുമായിട്ട് ഞാനിങ്ങനെ ചിലയ്ക്കും. ഒരാള് ഭയങ്കര കാർ ക്രൈസ് ഉള്ള ആള്, മറ്റേ ആള് ഭയങ്കര ബൈക്ക് ക്രൈസ് ഉള്ള ആള്. അമ്മയ്ക്ക് എന്താ ക്രൈസ് ഉള്ളത്? എനിക്ക് എഴുന്നേറ്റ് നടന്നാ മതി. എൻ്റെ പൊന്നു മോളെ, കാർ ക്രൈസ് എനിക്കിത് പേടിയാണ് കാണുമ്പോ. സത്യം ഞാൻ ഇന്ദ്രനോട് ഞാൻ പറയടാ നീ കാറിൽ പോകുമ്പോനെ ചുമ്മാ. രാജുവിന് എത്ര 4-5 കാർ വീട്ടിൽ കിടപ്പുണ്ട്, ഇന്ദ്രനും ഉണ്ട് 2-3 കാറ്. എന്നിട്ട് ഈ ബൈക്ക് വാങ്ങിക്കുക, ഹാഡ്ലി ഡേവിഡ്സൺ അതെടുത്തു. അത് കഴിഞ്ഞ് വേറെണ്ണം, ഇപ്പൊ ടൈഗർ. ഇതിങ്ങനെ വേഷം കെട്ടി ഹെൽമെറ്റ് വെച്ച് ഞാൻ ചോദിച്ചു ഇതെന്തിന്? അമ്മ ചുമ്മാ അമ്മയ്ക്ക് അറിയാൻ വയ്യ, അമ്മ ഇതിന്റെ പുറകിലോട്ട് കയറിയിരിക്കാൻ ഞാൻ പറഞ്ഞ. എന്നിട്ട് അവൾ 2 പേരും കൂടെ വീണിട്ട് വേണം എൻ്റെ കാലൊടിയാൻ. എൻ്റെ പിന്നെ ബൈക്കിൽ പോയാൽ ഞാൻ പറഞ്ഞാ നീ സൂക്ഷിച്ചു പോകും. പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ ട്രാഫിക് കണ്ടിട്ടില്ലേ എന്തെല്ലാം നടക്കുന്നു. എതിരെ വരുന്നവർ ഏത് കോലത്തിലാണ് വരുന്നത് ആർക്കറിയാം.